നാളെ ചില ട്രേഡ് യൂണിയൻസ്, നമ്മുടെ ലെഫ്റ്റിന്റെ CPM സപ്പോർട്ട് ചെയ്യുന്ന ട്രേഡ് യൂണിയൻസ് പണിമുടക്കിന്റെ ഒരു കോൾ അവര് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറയാനുണ്ട്, BJPക്ക് പറയാനുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം എന്താണ് സംസ്ഥാന സർക്കാരിന്റെയും സ്റ്റേറ്റിന്റെയും ഇക്കണോമിക് സിറ്റുവേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ആ ഒരു ഇക്കണോമിക് ഫെയിലിയർ, ഒരു ഇക്കണോമിക് ക്രൈസിസിന്റെ ഒരു ഫലമാണ് നമ്മൾ ഇന്ന് ഇവിടുത്തെ ജനങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് ആരോഗ്യ മേഖലയാണോ, വിദ്യാഭ്യാസ മേഖലയാണോ, ഇവിടുത്തെ കർഷകരാണോ, അടിസ്ഥാന സൗകര്യ ഇൻഫ്രാസ്ട്രക്ചർ ഏരിയയിലാണോ, സംസ്ഥാന സർക്കാർ ഇന്ന് കടം വാങ്ങിച്ചിട്ട് ജീവിക്കുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മുടെ നാട്ടിനെ കൊണ്ടുവച്ചിരിക്കുന്നത്. ആശാ വർക്കേഴ്സ്, സർക്കാർ ജീവനക്കാർ, അവരെ പെൻഷൻ, അവരെ സാലറീസ് കൊടുക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഈ ഇക്കണോമിക് ഒരു ബാങ്ക്രപ്സിന്റെ സ്ഥിതിയാണ് നമ്മളെ സ്റ്റേറ്റ് നമ്മൾ കാണുന്നതും മനസ്സിലാക്കുന്നത്. ഞാൻ സംസ്ഥാന പ്രസിഡന്റായ ആ ദിവസം ഒരു മുമ്പോട്ട് വെച്ച ഒരു കാഴ്ചപ്പാടും ഒരു സെയിം ഇന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഞങ്ങൾ വികസിത കേരളത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ്, വികസിത കേരളം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ്. അതാണ് നമുക്ക് വേണ്ടതെന്ന് ജനങ്ങൾ പറയുന്നു. അതിനുവേണ്ടി ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു ഇക്വേഷനാണ് നിക്ഷേപം. ഇന്ന് ലോകത്തില് ടാലന്റ് ഉള്ള സ്ഥലത്തിലാണ് നിക്ഷേപം വരുന്നത്. ഇൻവെസ്റ്റ്മെന്റ് കംസ് ടു ടാലന്റ്. ടാലന്റ് പോകുന്നത് അവസരങ്ങൾ തേടിയിട്ട് ടാലന്റ് പോകുന്നു. അപ്പോ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് ടാലന്റ് നോക്കിയിട്ട്, ടാലന്റ് പോകുന്നത് അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സംസ്ഥാനത്തിലോ നാട്ടിലോ പോകുന്നു. ഇത് ഞാൻ പറയാൻ കാരണം, ഇന്ന് ലോകത്തിലും ഇന്ത്യയിൽ വേറെ വേറെ സ്റ്റേറ്റ്സ് കോമ്പീറ്റ് ചെയ്യുമ്പോൾ, ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി കമ്പീറ്റ് ചെയ്യുമ്പോൾ, അവരുടെ ലോക്കൽ ഇക്കോണമീസിനെ എഫിഷ്യന്റ് ആക്കുമ്പോൾ, അവിടെ അവസരങ്ങൾ സൃഷ്ടിക്കുമ്പോൾ, കേരളം മാത്രം ഇന്നും ആ പഴയ തകർന്ന ഒരു രാഷ്ട്രീയം, പണിമുടക്ക്, ഇതിന്റെ മെസ്സേജ് എന്താണ്? ഇവിടെ നിക്ഷേപം വരില്ല, ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കില്ല. ഇന്ന് ലോകത്തിൽ ചൈനയിൽ നിന്ന് വിട്ട് ഫാക്ടറീസ് എല്ലാം ചൈന പുറത്തു പോകുന്നു. വലിയ വലിയ ഫാക്ടറീസ് ഇന്ത്യയിൽ വരുന്നു. ഇന്ത്യയിൽ ഉത്തർപ്രദേശാണോ, തമിഴ്നാടാണോ, കർണാടകയാണോ, തെലങ്കാനയാണോ, ആന്ധ്രയാണോ, ഈ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി അവർ കമ്പീറ്റ് ചെയ്യുന്നു. എല്ലാ സംസ്ഥാനം പറയുന്നത് ഞങ്ങളുടെ സംസ്ഥാനത്തിൽ വരൂ, ഇൻവെസ്റ്റ് ചെയ്യൂ, ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൂ. കാരണം ഞങ്ങളുടെ രാജ്യത്തിൽ, ഞങ്ങളുടെ സ്റ്റേറ്റിൽ ടാലന്റ് ഉണ്ട്, ഇക്കണോമിക് എഫിഷ്യൻസി ഉണ്ട്, കോമ്പറ്റിറ്റീവ്നെസ് ഉണ്ട്. പക്ഷെ നമ്മളെന്താണ് പറയുന്നത്? കംപ്ലീറ്റ് വിപരീതമായിട്ട് നമ്മൾ പറയുന്നത് ഇവിടെ പണിമുടക്കുണ്ട്, എഫിഷ്യൻസി ഇല്ല. പാർട്ടി സമരത്തിന്റെ എതിരെയല്ല, ട്രേഡ് യൂണിയനിസമിന്റെ എതിരെയല്ല. പക്ഷേ ഒരു വികസിത നാട് സൃഷ്ടിക്കാൻ പോവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ കുട്ടികൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കാൻ പുറത്തുനിന്ന് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം. അതിന് ഒരു ഫ്രെയിംവർക്ക്, ഈ പണിമുടക്കുന്നതിന്റെ ഫ്രെയിംവർക്ക് അല്ല, പണി തൊഴിലുണ്ടാക്കുന്ന ഒരു ഫ്രെയിംവർക്കാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത്. രണ്ട് കാര്യം അവസാനത്ത് പറയുന്നത്, കേരളത്തിന്റെ സ്ഥിതി എന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയാണ് കേരളത്തിൽ.
ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റാണ് കേരളത്തിൽ. എന്നിട്ട് 4-5 ദിവസം മുമ്പേ ഇവിടുത്തെ CPM-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു, ഞങ്ങൾ ചൈനയെക്കുറിച്ച് വലിയൊരു അഭിമാനമുള്ള ഒരു പാർട്ടിയാണ്. ആര്? CPM. അങ്ങനെ ഒരു അഭിമാനം ഉണ്ടെങ്കിൽ ചൈനയിൽ ഇത് നടക്കില്ലല്ലോ. ചൈന ഇന്ന് ലോകത്തിലെ ഒരു വലിയൊരു കമ്പറ്റീറ്റീവ് മാനുഫാക്ചറിംഗ് ഇക്കോണമി ആയിട്ട് മാറി. അവിടെ ഇങ്ങനെ പണിമുടക്കോ സമരോ ബിസിനസിന്റെ എതിരെ പണിയെടുക്കുന്ന സർക്കാരല്ലല്ലോ. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, CPM അങ്ങനെ ചൈനയിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ ഇത് പഠിക്കണം. അവിടെ തൊഴിൽ അവരെങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്, അവിടെ എങ്ങനെയാണ് ഗ്ലോബൽ ഇൻഡസ്ട്രീസിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നത്. അത് ഇന്ത്യ ചെയ്യുമ്പോൾ കേരളം അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം. ഇന്ന് ഇത് ചെയ്യുന്നത് ശരിയല്ല. ഒരു വികസിത കേരളത്തിന്റെ എതിരെ ആണ് ഇങ്ങനത്തെ ഈ പണിമുടക്കും ഇങ്ങനത്തെ ഒരു സ്ട്രൈക്കും. അതിനെക്കുറിച്ച് ഡീറ്റെയിലിൽ MG രമേശിയും മുമ്പോട്ട് കുറച്ച് കാര്യങ്ങൾ വയ്ക്കും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, 11-ാം തീയതി രാത്രി നമ്മുടെ ആദരണീയായ ആഭ്യന്തരമന്ത്രി ഹോം മിനിസ്റ്റർ തിരുവനന്തപുരത്ത് എത്തും. അദ്ദേഹം 12-ാം തീയതി 11 മണിക്ക് നമ്മുടെ സംസ്ഥാന ഓഫീസ്, ഈ സ്റ്റേറ്റ് ഓഫീസിനെ ഇനോഗ്രേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് 12:30 മണിക്ക് അദ്ദേഹം എവിടെയാണ് വെന്യൂ? പുത്രിക്കട്ട മൈതാനിൽ ഒരു പബ്ലിക് പ്രോഗ്രാമിൽ പങ്കെടുക്കും. അത് ഞങ്ങളുടെ ലോക്കൽ ബോഡി ഇലക്ഷന്റെ ഒരു ക്യാമ്പയിന്റെ കിക്ക് ഓഫ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അദ്ദേഹം പിന്നെ അത് കഴിഞ്ഞ് ലീഡർഷിപ്പിന്റെ ഒപ്പം ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് 3:30 മണിക്ക് ഡൽഹി പോകും. ഇനി രമേശ് സംസാരിക്കും. ദേശീയ പണിമുടക്ക് എന്ന പേരിൽ കേരളത്തിൽ അപ്രഖ്യാപിതമായ ബന്ദ് നടത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. ഈ പണിമുടക്കും ബന്ധം ഒരു സർക്കാർ സ്പോൺസേഡ് ബന്ദാണ്. സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി കേരളത്തെ സ്തംഭിപ്പിക്കുവാൻ ഒരു ഗവൺമെന്റ് തന്നെ നേതൃത്വം കൊടുക്കുന്നത് അങ്ങേയറ്റം ജനവിരുദ്ധമാണ്, രാജ്യ താൽപര്യത്തിനെതിരുമാണ്. ഒരു ദിവസം കേരളം സ്തംഭിക്കപ്പെടുമ്പോൾ 600 മുതൽ 1000 കോടി വരെയാണ് കേരളത്തിന്റെ സാമ്പത്തിക നഷ്ടമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇത്രയും വലിയൊരു സാമ്പത്തിക നഷ്ടം കേരളത്തെപ്പോലുള്ള സംസ്ഥാനത്തിന് താങ്ങാനാവുന്നതിനും അപ്പുറത്താണ്. അതിന് ഗവൺമെന്റ് തന്നെ നേതൃത്വം കൊടുക്കുക എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. കേരളത്തിന്റെ വികസനത്തെ പുറകോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ അതിനെ കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. രണ്ടാമത്, ദേശീയ പണിമുടക്ക് എന്ന പേര് തന്നെ അപ്രസക്തമാണ്. രാജ്യത്തെവിടെയും ഈ പണിമുടക്ക് ബാധിക്കുന്നില്ല. ഇന്ത്യയിലെ വ്യാവസായിക നഗരങ്ങളെയോ സാമ്പത്തിക നഗരങ്ങളെയോ ഒന്നും ബാധിക്കാതെ കേരളത്തിലെ ജനങ്ങളെ മാത്രം എന്തിനാണ് ഈ IND മുന്നണി ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൊഴിലാളികൾക്ക് സമരം ചെയ്യാൻ അവകാശമുണ്ട്. പക്ഷേ ജനങ്ങളുടെ അവകാശത്തെ സംരക്ഷിക്കാനാണ് ഗവൺമെന്റ് തയ്യാറാകേണ്ടത്. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയും തൊഴിലെടുക്കാനുള്ള അവകാശത്തെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു ഗവൺമെന്റ് തയ്യാറാകേണ്ടത്. അതുകൊണ്ട് ഈ പണിമുടക്കിനെ നേരിടാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. പണിമുടക്കുന്ന തൊഴിലാളികൾക്ക് ഡയസ്നോൺ ഏർപ്പെടുത്താൻ സർക്കാർ തയ്യാറാകണം. തൊഴിലാളികൾ പണിമുടക്കുമ്പോൾ പണിമുടക്കി ശമ്പളം മേടിക്കുക എന്നുള്ള അങ്ങേയറ്റം വിചിത്രപരമായ കാര്യമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് പണിമുടക്കുന്ന തൊഴിലാളികൾക്ക് ഡയസ്നോൺ ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല, ഈ പണിമുടക്കിന് ആഹ്വാനം ചെയ്യുന്ന തൊഴിലാളി സംഘടനകൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കാൻ തയ്യാറാകണം. ദേശീയ തൊഴിൽ നിയമത്തിൽ ഏതിനോടാണ് അവരുടെ എതിർപ്പുള്ളത് അതിപ്പോഴും വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. ദീർഘമായിട്ടുള്ള ചർച്ചകൾക്കും ആവശ്യമായിട്ടുള്ള കൂടിയാലോചനകൾക്കും പാർലമെന്ററി ഡിബേറ്റുകൾക്കും ഏറ്റവും അവസാനം തൊഴിലാളി സംഘടനകളുമായിട്ടുള്ള ഒന്നിലേറെ പ്രാവശ്യമുള്ള ചർച്ചകൾക്കും ശേഷമാണ് 2019-ലും 2020-ലുമായി ദേശീയ തൊഴിൽ നിയമം നടപ്പിൽ വന്നത്. രാജ്യത്ത് കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി നിലവിലുള്ള 144ഓളം നിയമങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ആണ് ഈ നിയമം നിലവിൽ വന്നിട്ടുള്ളത്. ആ നിയമത്തെ ലോകം മുഴുവനും വീക്ഷിച്ചത് ചരിത്രപരമായിട്ടുള്ള തീരുമാനമെന്നാണ്.
കാരണം നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തൊഴിലാളികൾക്ക് മിനിമം വേജ് കിട്ടുന്ന, ആ മിനിമം വേജ് എല്ലാവർക്കും നിയമപരമായി നിർബന്ധമാക്കുന്ന ഏറ്റവും വിപ്ലവകരമായ ചരിത്രപരമായ ഒരു നിയമം നടപ്പിൽ വന്നിട്ട് 5 വർഷം കഴിഞ്ഞു. ഈ 5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ആ നിയമത്തിന്റെ പേരിൽ ആളുകളെ പണിമുടക്കിന് ആഹ്വാനം ചെയ്യുന്നത് എന്തിന്റെ പേരിലാണ്? അതുകൊണ്ട് സത്യത്തിൽ ഈ പണിമുടക്കിന് ആഹ്വാനം ചെയ്ത തൊഴിലാളി സംഘടനകളും രാഷ്ട്രീയ നേതൃത്വവും അത് സംബന്ധിച്ചുള്ള വിശദീകരണം കൊടുക്കാൻ തയ്യാറാവേണ്ടതാണ്. അതുകൊണ്ട് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ സർക്കാർ ഇടപെടണം. KSRTC ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും എല്ലാം തടഞ്ഞാൽ ആ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം. നാളെ ഈ ജോലി ചെയ്യാൻ വരുന്നവർക്ക് ആവശ്യമായ സംരക്ഷണം ഏർപ്പെടുത്താൻ വേണ്ടി തയ്യാറാവണം. അതുകൊണ്ട് സർക്കാർ ചെയ്യേണ്ടത് പണിമുടക്കുന്നവരെയല്ല സംരക്ഷിക്കേണ്ടത്, പണിമുടക്കിൽ ആഹ്വാനം ചെയ്യുന്ന തൊഴിലാളി സംഘടനയിൽ നിന്ന് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും തൊഴിലെടുക്കാനുള്ള അവകാശവും സംരക്ഷിക്കാൻ പിണറായി വിജയന്റെ ഗവൺമെന്റ് തയ്യാറാകണം. കേരളത്തിന് വരുന്ന ഈ വലിയ സാമ്പത്തിക നഷ്ടം പണിമുടക്ക് ആഹ്വാനം ചെയ്ത തൊഴിലാളി സംഘടനാ നേതാക്കന്മാരെന്ന് ഈടാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നുകൂടി BJP ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഈ നിലപാട് അവസാനിപ്പിക്കണം. ശക്തമായുള്ള പ്രതിഷേധം BJP രേഖപ്പെടുത്തുകയാണ്. സർക്കാർ ഈ പണിമുടക്ക് ആഹ്വാനത്തിന് പുറകോട്ട് പോകാൻ തയ്യാറാകണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. പണിമുടക്ക് വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഹർത്താലും സമരം എല്ലാം എല്ലാവരും ഒരു അവകാശമാണ്. ട്രേഡ് യൂണിയൻസും ഉണ്ടാവണം, അതെല്ലാം ശരിയാണ്. പക്ഷെ ഈ നാടിന്റെ ഇക്കണോമിക് പ്രൊഡക്ടിവിറ്റിയും ഇക്കണോമിക് എഫിഷ്യൻസിനെ ബാധിക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ലാണ്. അതും സംസ്ഥാന സർക്കാർ അതിന് സപ്പോർട്ട് ചെയ്യാൻ പാടില്ലാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ല, അതിൽ ഞങ്ങൾ വ്യത്യാസം കാണുന്നുണ്ട്. സമരവും പണിമുടക്കലും വ്യത്യാസമുണ്ട്. പ്രൊട്ടസ്റ്റ് ചെയ്യാം, അത് എല്ലാവരും അവകാശമാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചൊരു അവകാശമാണ്. പക്ഷെ ഇവിടെ ഒരു ആന്റി ഇൻവെസ്റ്റർ സെന്റിമെന്റ് നിർത്തി നിക്ഷേപത്തിന് ബാധിക്കുന്ന ഒരു രീതിയും ഒരു പോളിസിയും സംസ്ഥാന സർക്കാർ ചെയ്യാൻ പാടില്ലാണ് ഞങ്ങൾ പറയുന്നത്. അതല്ല, ഇതില് ഒരു സ്റ്റേറ്റ് നമ്മൾ കാണുന്നതാണ്. തിരുവനന്തപുരം മെഡിക്കൽ ഹോസ്പിറ്റലിൽ എക്വിപ്മെന്റ് വാങ്ങാൻ കാശില്ലാത്ത സമയത്ത് ഇക്കോണമിനെ മുമ്പോട്ട് കൊണ്ടുപോകല്ലേ ഇതുകൊണ്ട്. അതല്ലേ സ്റ്റേറ്റ് സംസ്ഥാന സർക്കാരിന്റെ കടമ, ഡ്യൂട്ടി അതല്ലേ. അല്ല, ഞാനിപ്പോ പറഞ്ഞത് അല്ലല്ല, സ്റ്റേറ്റ് സ്പോൺസേർഡ് പണിമുടക്ക് വ്യത്യാസമുണ്ട്. ട്രേഡ് യൂണിയൻസ് അവരുടെ അവകാശത്തിന് വേണ്ടി മുമ്പോട്ട് വെക്കുമ്പോൾ അതിന്റെ ഒരു ഹർത്താലും സമരവും ഒരു സ്റ്റേറ്റ് സ്പോൺസേർഡ് പണിമുടക്കലിന് വ്യത്യാസമുണ്ട്. അത് ചെയ്യുന്ന സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റാ? ഇവിടെ കടത്തിൽ മുങ്ങുന്നൊരു സ്റ്റേറ്റ് അല്ലേ. ഇവിടെ നമ്മൾ പറയുന്നത് ഇക്കോണമി നമ്മൾ മുമ്പോട്ടല്ല കൊണ്ടുപോകുന്നത്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് അല്ല വരേണ്ടത്. ഈ ഇങ്ങനെ ഒരു ഹൈ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉള്ള ഒരു സ്റ്റേറ്റിൽ എന്തായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോളിസി ഗോളും ഒബ്ജക്റ്റീവും? ഇവിടെ തൊഴിലുണ്ടാക്കുക, ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക. അപ്പൊ അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ മെസ്സേജ്. പക്ഷെ നമ്മൾ കാണുന്ന എന്താണ്? സ്റ്റേറ്റ് സ്പോൺസേർഡ് പണിമുടക്ക്. ഇത് 4 കൊല്ലം ചെയ്തില്ലല്ലോ. അപ്പോ ഇതില് ഒരു വ്യത്യാസം നമ്മൾ കാണണം. എല്ലാം ഒരു ഐഡിയോളജിക്കൽ ഒരു ബ്രഷ് ഇട്ടിട്ട് കാണേണ്ട ആവശ്യമില്ല. ഇവിടെ തൊഴിലില്ലായ്മ ഉണ്ട്. രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് കേരള നാട്ടിലാണെന്ന് ആർക്കും സംശയമില്ല. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല, ആർക്കും സംശയമില്ല. ഇന്ന് ലോകത്തിലും ഇന്ത്യയിലും മൊത്തം എത്ര അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കുട്ടികളെ എക്സ്പോർട്ട് ചെയ്യാണ്. നമ്മുടെ കുട്ടികൾ തന്നെ പോയിട്ട് ബാംഗ്ലൂർ, ഹൈദരാബാദ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്ടിൽ അവര് അവിടെ തൊഴിൽ ചെയ്യുന്നു. എന്ത് കാരണമാണ് ഇവിടെ വരാത്തത്? ഇത് ചോദിക്കുമ്പോ അതിന്റെ ഒരു ഉത്തരമാണ് സ്റ്റേറ്റ് സ്പോൺസേർഡ് പണിമുടക്കുണ്ടെങ്കിൽ എന്തിന് ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ വരും? അത് മാറിയിട്ടുണ്ടെങ്കിൽ നാളത്തെ ഇത് നടക്കുമോ? ഞാൻ അത് തയ്യാറാണ് അത് വിശ്വസിക്കാൻ. അല്ലല്ല, മുൻകാലത്ത് എത്രയോ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം മാറി. പക്ഷെ ഇത് നടക്കുന്നതും ശരിയല്ല. അത് പറയാനാണ്.
ചേഞ്ച് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. BJP ഇവിടെ ശക്തമായിട്ട് എത്രയോ കൊല്ലമായിട്ട് ഇത് പറയുന്നതല്ലേ. ഞങ്ങളുടെ ഒരു ഐഡിയോളജിക്കൽ, ഞങ്ങളുടെ ഒരു പ്രവർത്തനത്തിന്റെ കുറച്ചെല്ലാം ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അത് ഞങ്ങൾ ചെയ്തതാണ്, അത് ലെഫ്റ്റ് ചെയ്തൊന്നുമല്ല. കാൾ മാർക്സിന്റെ പുസ്തകത്തിൽ ഇപ്പോഴും അത് തന്നെ പറയുന്നത്, അത് മാറ്റിയിട്ടില്ല. അപ്പോ ഇതില് നമ്മൾ പറയുന്നത് എന്തായിരിക്കണം ഒരു സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗോൾ, പബ്ലിക് പോളിസി ഗോൾ, ജനങ്ങൾക്ക് വേണ്ടി ഇക്കോണമി നന്നാക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് ഐഡിയോളജി ആണോ, ഏത് പുസ്തകമാണോ, ഏത് ചൈനയുടെ അഭിമാനമാണോ, ഏത് അഭിമാനമാണോ ചെയ്തോളൂ. പക്ഷെ ആദ്യം ചെയ്യേണ്ടതല്ലേ ഇതല്ലേ. കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്നു വീഴുന്ന എന്താണ് കാരണം? നെഗ്ലിജൻസിന്റെ കാരണം എന്താണ്? കാശില്ല. ഇവിടെ PM ആയുഷ്മാൻ 70 വയസ്സിന്റെ മുകളിൽ ജനങ്ങൾക്ക് കൊടുക്കാൻ സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്യാത്തത്? അതിന് കൊടുക്കാൻ കാശില്ല. ഇന്നിപ്പോ ഹോസ്പിറ്റലിൽ കാരുണ്യ പ്രോഗ്രാം, കാരുണ്യ സ്കീമാണോ, PM ആയുഷ്മാനിൽ പോയിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് അഡ്മിറ്റ് ചെയ്യാൻ വേണമെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പറയുമ്പോ ഇല്ല, സർക്കാർ ഇതുവരെ ഞങ്ങളുടെ എറിയർസ് പേ ചെയ്തിട്ടില്ല. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി, കടമ എന്ന് പറഞ്ഞാൽ ഏത് സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിൽ അവിടുത്തെ ഇക്കോണമി നന്നാക്കി അവിടുത്തെ യുവാക്കൾക്ക് ഒരു അവസരം സൃഷ്ടിക്കാൻ അതിനുവേണ്ടി പോളിസീസും പദ്ധതികളും ചെയ്യുക. അത് ചെയ്യാണ്ട് ജാതി കുതിച്ച് പണിമുടക്ക് ചെയ്യണം, ഞങ്ങൾ ഐഡിയോളജിയിലേക്ക് പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇതന്നെ ചെയ്യും, അത് ഞങ്ങൾ പറഞ്ഞു, അത് MT രമേശ് പറഞ്ഞ പോലെ ഞങ്ങൾ പറഞ്ഞത് അത് ചെയ്യാൻ പാടില്ല. ഇതില് സമരം ചെയ്യാൻ തൊഴിലാളികൾക്കുള്ള അവകാശം പോലെ തന്നെയാണ് പണിയെടുക്കാൻ ജനങ്ങൾക്കുള്ള അവകാശം. സർക്കാർ ജനങ്ങളോടൊപ്പമാണ് നിൽക്കേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പരസ്യമായിട്ട് നടത്തിയിട്ടുള്ളത് പണിമുടക്കിന് ആഹ്വാനമാണ്. മുഖ്യമന്ത്രി പണിമുടക്കിന് ആഹ്വാനം ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്യേണ്ട മിനിമം കാര്യങ്ങൾ ചെയ്യണ്ടേ? കഴിഞ്ഞ 45 മാസമായി കേരളത്തില് സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത DA കുടിശ്ശിക കൊടുത്തിട്ട് ഏതാണ്ട് 10,000 കോടിയാണ് ആ DA കുടിശ്ശിക. അത് കൊടുത്തിട്ട് സർക്കാർ ജീവനക്കാരുടെ താല്പര്യം സംരക്ഷിച്ചിട്ട് വേണ്ടേ ഈ മുഖ്യമന്ത്രി പണിമുടക്ക് ആഹ്വാനം ചെയ്യേണ്ടത്? കേരളത്തില് നേരത്തെ ഇവിടെ നിങ്ങളുടെ ചൂണ്ടിക്കാണിച്ചവിടെ KSRTC ജീവനക്കാരുടെ ശമ്പളവുമില്ല, പെൻഷനുമില്ല. അത് കൊടുക്കാൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ല. കേരളത്തിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും പിൻവാതിൽ നിയമനമാണ്. പിന്നെ ഏത് കരാർ ജീവനക്കാരെ നിയമിക്കുന്നതിനായിട്ടാണ് ഈ സംസ്ഥാന സർക്കാർ സമരം ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പിൻവാതിൽ നിയമനം നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. കരാർ അടിസ്ഥാനത്തിലാണ് എല്ലാവരും ജോലി കൊടുക്കുന്നത്. ഇത് തന്നെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ പുറത്താണ് ഈ കരാർ നിയമനങ്ങൾ. ഇന്ത്യ രാജ്യത്ത് എവിടെയും രാഷ്ട്രീയ താല്പര്യത്തെ പുറത്ത് ബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയും കരാർ നിയമത്തിന് വേണ്ടി പിൻവാതിൽ നിയമനം നടത്തുന്നില്ല. അത് നടത്തുന്ന മന്ത്രിമാരുടെയും CPM നേതാക്കന്മാരുടെയും ബന്ധുക്കളെ കരാർ അടിസ്ഥാനത്തിൽ പിൻവാതിൽ നിയമനം നടത്തുന്ന ഒരു ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനായിട്ട് എന്ത് അടിസ്ഥാനത്തിലാണ് സമരം ചെയ്യുന്നത്? അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് സമരം ചെയ്യുന്നതിന് മുമ്പ് കേരളത്തിലെ തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും താല്പര്യം സംരക്ഷിച്ചിട്ട് വേണം ഇവർ സമരം ചെയ്യേണ്ടത്. അതിനാണ് മുഖ്യമന്ത്രി തയ്യാറാക്കേണ്ടത്. മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനായിട്ട് രാഷ്ട്രീയ സമരമല്ല, കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിച്ച ശേഷമാണ് അദ്ദേഹം സമരരംഗത്തിറങ്ങേണ്ടത്. അതാണ് BJP ആവശ്യം. കേന്ദ്രം പറയുന്ന പദ്ധതി നടപ്പിലാക്കിയാൽ പൈസ കിട്ടും. പണം മതി, പദ്ധതി വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുക? എന്താണ് PMC പദ്ധതിയിൽ കേരളം ഒപ്പിടാത്തത്? PMC പദ്ധതിയിൽ കേരളം ഒപ്പിട്ടാൽ കേരളത്തിലെ പൈസ കിട്ടും. ഞങ്ങൾക്ക് പണം മാത്രം മതി, കേന്ദ്രത്തിന്റെ പദ്ധതിയൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അത് നടപ്പിലാകില്ല എന്ന് ശിവകുട്ടി മനസ്സിലാക്കിയാൽ മതി. അതേതാണ് നടപ്പിലാ കാര്യമില്ല. പണം കിട്ടണമെങ്കിൽ പദ്ധതി നടപ്പിലാക്കാം.
ഈ പണിമുടക്കിന്റെ കാര്യത്തിൽ സർക്കാരും തൊഴിലാളി സംഘടനകളും നിലവിൽ തന്നെ രണ്ട് തരത്തിലാണ്. ഇന്ന് രാവിലെ ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞത് തൊഴിലാളി സംഘടനകൾ ആരും ഗതാഗത വകുപ്പിൽ പണിമുടക്കിന് വേണ്ടി നോട്ടീസ് നൽകിയിട്ടില്ല എന്നാണ് മന്ത്രിയുടെ വാദം. പക്ഷേ CITയും അവരുടെ CPI തൊഴിലാളി സംഘടനയും മന്ത്രിക്ക് പേരില്ലാത്തത് കൊണ്ടാണ് മന്ത്രിമാർക്ക് പോലും ഈ പണിമുടക്കിനോട് താല്പര്യമില്ലാന്നാണ് അതിൽ നിന്ന് തെളിയുന്നത്. കേരളത്തിലെ പല CITU CPM നേതാക്കന്മാരും പ്രസിഡന്റുമാരായ തൊഴിലാളി യൂണിയനുകൾ അവരാരും സമരത്തിന് പണിമുടക്കൽ നോട്ടീസ് നൽകിയിട്ടില്ല. ഞങ്ങൾ അതൊക്കെ നാളെ പറയാൻ വേണ്ടി പോവുകയാണ്. കേരളത്തിൽ ഒരുപാട് CPM നേതാക്കന്മാർ പ്രസിഡന്റുമാരായ യൂണിയനൊന്നും നിയമപ്രകാരം നോട്ടീസ് നൽകിയിട്ടില്ല. അപ്പൊ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിയമപ്രകാരം നോട്ടീസ് കൊടുക്കാതെ പണിമുടക്ക് നടത്തിയാൽ അതെന്ത് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിനറിയാം, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപന അധികാരികൾക്കറിയാം. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു ഞങ്ങൾ കാത്തിരുന്ന് കാണുകയാണ്. ഗണേഷ് കുമാറിന്റെ പ്രസ്താവന ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഗണേഷ് കുമാർ ചെയ്യേണ്ടത് നാളെ KSRTC ബസ്സുകൾ റോട്ടിലിറക്കി യാത്ര ചെയ്യാനുള്ള അവകാശം, ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കാനാണ് ഗണേഷ് കുമാർ തയ്യാറാവേണ്ടത്, പ്രസ്താവന ഇറക്കാനല്ല. ആ മുന്നണി കേരളത്തിൽ രണ്ട് അഭിപ്രായമുള്ളൂ എല്ലാ കാര്യത്തിലും, അതങ്ങനെയാണല്ലോ. പക്ഷേ ദേശീയ പണിമുടക്കിനോട് കോൺഗ്രസിന്റെ നിലപാടെന്താണ്? ദേശീയ പണിമുടക്കാണെന്നാണല്ലോ പറയുന്നത്. അതിനോട് കോൺഗ്രസിന്റെ നിലപാടെന്താണ്? എപ്പോഴും കേരളത്തിൽ CPM വിരുദ്ധ നിലപാടും കേന്ദ്രത്തിലാകുമ്പോൾ ഒരുമിച്ചുള്ള സമീപനമാണ് പണിമുടക്കിന്റെ കാര്യത്തിൽ ഇവർക്കുള്ളത്. നിലപാട് വ്യക്തമാക്കേണ്ടത് DD സതീശന്റെ നിലപാട് വ്യക്തമാണെന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. അവർ ഈ പണിമുടക്കിന് അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അവർ വ്യക്തമാക്കണം.